ഹലോ ഗൈസ്, ഹരിത കേരളം ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വെറൈറ്റി പച്ചക്കറിത്തോട്ടം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വളർത്തുവാനും അതുപോലെ തന്നെ പരിപാലിക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഈ പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ കുട്ടികളിൽ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വളർത്തുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഗൂഗിളോ ഫേസ്ബുക്കോ അല്ല നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നൊരു അവബോധം അവരിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. മോളുടെ കൃഷിത്തോട്ടമായ ഇതിൽ നിന്ന് നമ്മുടെ ഒരു ചെറിയ തക്കാളി കഴിച്ചു. നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെ കൃഷി ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു? തക്കാളി, പച്ചമുളക്, വെണ്ട തുടങ്ങിയവ എവിടെ നിന്നാണ് വിളവെടുക്കുന്നത്? ചീര എങ്ങനെ ഉണ്ടാകുന്നു? അരി എങ്ങനെ കൃഷി ചെയ്തെടുക്കുന്നു? സുഗന്ധവിളകളിൽ പ്രധാനിയായ ഇഞ്ചി മണ്ണിലാണോ തണ്ടിലാണോ ഉണ്ടാകുന്നത് എന്നുള്ളവയെല്ലാം നമ്മിൽ എത്ര പേർക്കറിയാം? തീർച്ചയായും പഠനത്തോടൊപ്പം ഇത് എല്ലാം നാം അറിഞ്ഞിരിക്കണം. നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറികളെങ്കിലും നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്തെടുക്കാൻ ശ്രമിക്കണം. സമയക്കുറവും സ്ഥലപരിമിതിയും ഒരു തടസ്സമാവരുത്. സ്ഥലപരിമിതി ഉള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ഗാർഡനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെയായി തയ്യാറാക്കിയ പച്ചക്കറി തൈകൾ ഈ സ്റ്റാൻഡിൽ വെച്ചാൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുകയും നല്ല വളർച്ച പ്രാപിക്കുകയും ചെയ്യും. ഒപ്പം പരിപാലനവും വളരെ എളുപ്പമാണ്. എൻ്റെ പപ്പയാണ് ഇങ്ങനെ ഒരു അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ എന്നെ സഹായിച്ചത്. തൈ നടാനും വളം നൽകാനും നനയ്ക്കാനും ഒക്കെ ദിവസേന അല്പസമയം ഞാൻ മാറ്റിവെക്കാറുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ മറ്റു രീതികൾ അവലംബിച്ചുകൊണ്ട് കൃഷി ഓരോരുത്തരുടെയും ദിനചര്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കട്ടെ. ഈ സമയത്ത് ഗാന്ധിജിയുടെ ഒരു തോട്ടാണ് ഓർമ്മ വരുന്നത്. ഇഫ് യു ഗിവ് മീ റൈസ് ഐ വിൽ ഈറ്റ് ടുഡേ. ഇഫ് യു ടീച്ച് മീ ഹൗ ടു ഗ്രോ റൈസ് ഐ വിൽ ഈറ്റ് എവറി ഡേ. ഈ വീഡിയോ പ്രായഭേദമന്യേ എല്ലാവർക്കും അയച്ചു കൊടുക്കുമല്ലോ. നന്ദി.